ഒരിക്കലും എൻ്റെ പരമസ്നേഹത്തെ മറക്കാമോ നിനക്കോർത്താൽ? ഒരിക്കലും എൻ്റെ പരമസ്നേഹത്തെ മറക്കാമോ നിനക്കോർത്താൽ? നിന്മേൽ കരളലിഞ്ഞു ഞാനിവ സകലവും സഹിച്ചൻ ജീവനെ വെടിഞ്ഞു. നിന്മേൽ കരളലിഞ്ഞു ഞാനിവ സകലവും സഹിച്ചൻ ജീവനെ വെടിഞ്ഞു. പഴയ ലോകവുമായിട്ടുള്ള എൻ്റെ ഹൃദയബന്ധത്തെ തകർത്ത് അതിനെ കട്ട് ചെയ്ത് കളയുക, അതിനെ മുറിച്ച് കളയാണ്. പൊക്കിൾക്കൊടി മുറിച്ച് കളഞ്ഞാലേ ഒരു കുഞ്ഞിന് പുതിയ ലോകത്തിൽ ജീവിക്കാൻ കഴിയത്തുള്ളൂ എന്നതുപോലെ ആത്മലോകത്തിലേക്ക് നിനക്ക് പ്രവേശിക്കണമെങ്കിൽ ലോകവുമായുള്ള നിന്റെ ഹൃദയബന്ധത്തെ കട്ട് ചെയ്ത് എറിഞ്ഞു കളഞ്ഞാലേ കഴിയുകയുള്ളൂ. അതാണ് ഹൃദയ പരിച്ഛേദന. അങ്ങനെ ഒരു പരിച്ഛേദനയാണ് ആത്മതലത്തിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുന്നത്. വീണ്ടും ജനനത്തിൽ ആത്മാവ് ലോകത്തോടുള്ള നമ്മുടെ പൊക്കിൾക്കൊടി ബന്ധം വിച്ഛേദിച്ച് കളയുകയാണ്. When you are born again, you are no more part of the old world. That old world is no more can support you, can give you something. You will never take anything from there. അതിൽ നിന്ന് യാതൊന്നും എടുക്കാൻ കഴിയാത്ത നിലയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ പൊക്കിൾക്കൊടി ബന്ധം കളയുന്നത് പോലെ നമ്മുടെ ഇനി നമ്മൾ പഴയ ലോകത്തിൽ ഒന്നും സ്വീകരിക്കുന്നില്ല. അമ്മയുടെ ഉദരത്തിൽ ജീവിച്ചിരുന്ന കുഞ്ഞ് അതിൻ്റെ സകല കാര്യങ്ങളും, ശ്വാസം ഉൾപ്പെടെയുള്ള സകല കാര്യങ്ങളും അമ്മയുടെ ഉദരത്തിൽ നിന്നാണ് സ്വീകരിച്ചത്. ഇപ്പോൾ അത് ശ്വസിക്കുന്നത് അമ്മയുടെ ഉദരത്തിൽ നിന്നല്ല. ഇപ്പോൾ അത് ജീവിക്കുന്നത് അമ്മയുടെ ഉദരവുമായുള്ള ബന്ധം കൊണ്ടല്ല. ആ ലോകം തീർന്നു. ആ ലോകവുമായിട്ടുള്ള റിലേഷൻ പോയി, ആ ലോകവുമായിട്ടുള്ള ബന്ധം പോയി. ഒരു പുതിയ ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങനെ പുതിയ ലോകത്തിലേക്ക് ലോകബന്ധം കളഞ്ഞിട്ട് ആത്മലോകത്തിലേക്ക് കയറുമ്പോൾ വേറൊരു കാര്യവുമായിട്ട് നമ്മൾ ഫ്യൂസ് ചെയ്യുകയാണ്. ഈ കട്ട് ചെയ്ത സ്ഥലത്തേക്ക് വേറൊന്ന് കയറി നമ്മൾ ഫ്യൂസ് ചെയ്യുകയാണ്, ബന്ധിപ്പിക്കുകയാണ്, ഇണയ്ക്കുകയാണ്. എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ ആത്മാവുമായിട്ട്. നമ്മുടെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവുമായിട്ടുള്ള ഫ്യൂസിങ് നടക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മളുടെ ജീവിതത്തിന് ആവശ്യമുള്ളതെല്ലാം കിട്ടുന്നത് എവിടെ നിന്നാണെന്നറിയാമോ? ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്നാണ്. അതാണ് ദ സ്പിരിറ്റ്, മൈ സ്പിരിറ്റ് ആൻഡ് ഗോഡ് സ്പിരിറ്റ്. അത് തമ്മിലുള്ള ഫ്യൂഷനിൽ, ആ ഒരു യോജിപ്പിൽ, ഇണപ്പിൽ എൻ്റെ മുഴുവൻ ജീവിതത്തെയും സ്വാധീനിക്കുന്നത് ഇനി ദൈവാത്മാവ് മാത്രമാണ്. നൗ ഐ ആം സ്പിരിറ്റ് കൺട്രോൾഡ്. ഞാനിപ്പോൾ ആത്മനിയന്ത്രിതനാണ്. എൻ്റെ പൊക്കിൾക്കൊടി ബന്ധം ലോകവുമായിട്ടുള്ളത് മാറി. ലോകം എന്നെ നിയന്ത്രിച്ച കാലം കഴിഞ്ഞു. ഇപ്പോൾ എൻ്റെ പൊക്കിൾക്കൊടി ബന്ധം ഇണപ്പ് ചേർത്ത് വെച്ചിരിക്കുന്നത് ആരുമായിട്ടാണ്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുമായിട്ടാണ്. അതുകൊണ്ട് ഇപ്പോഴെന്നെ നിയന്ത്രിക്കുന്നതും പരിപോഷിപ്പിക്കുന്നതും ജീവിപ്പിക്കുന്നതും ദൈവത്തിൻ്റെ ആത്മാവാണ്. ഓഹ്, എത്ര അത്ഭുതകരമായ ഒരു അവസ്ഥയാണ് വീണ്ടും ജനനത്തിൻ്റെ മാജിക്കായത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വീണ്ടും ജനിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സംതിങ് ഹാപ്പൻസ്. അതിനെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടായിരിക്കണം. വീണ്ടും ജനനത്തിൽ ദൈവം എൻ്റെ പിതാവും മാതാവുമായി തീരുകയാണ്. ലോകത്തിൻ്റെ ഇഷ്ടങ്ങളിൽ നിന്ന് മാറി ഇനി എൻ്റെ ശരീരം, എൻ്റെ ബന്ധം, എൻ്റെ എല്ലാം ആത്മനിയന്ത്രിത അവസ്ഥയാണ്. ഇനി എനിക്ക് ശരീരത്തെ ആത്മനിയന്ത്രിതമായിട്ട് അവൻ അർപ്പിക്കാനായിട്ട് കഴിയും. ഇനി ഇതൊരു ലിവിങ് സാക്രിഫൈസ് ആണ്. ഇറ്റ് ഈസ് എ ഹോളി സാക്രിഫൈസ്. ഇറ്റ് ഈസ് എൻ അക്സെപ്റ്റബിൾ സാക്രിഫൈസ്. അവസാനമായിട്ട് ഞാൻ പറയട്ടെ, ഇറ്റ് ഈസ് എ റീസണബിൾ വർഷിപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് യുക്തമായ ഒരു ആരാധനയാണ്. എന്തുകൊണ്ട്? ദൈവത്തിൻ്റെ മനസ്സലിവ് ഞാൻ ഓർപ്പിച്ചപ്പോൾ എന്ന് പൗലോസ് പറയുന്നല്ലോ. എന്തായിരുന്നു ദൈവത്തിൻ്റെ മനസ്സലിവ്? അവൻ്റെ ശരീരത്തെ തകർക്കാൻ, എനിക്ക് വേണ്ടി അവൻ്റെ ശരീരത്തെ തകർക്കാൻ അവൻ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് അവൻ മനസ്സലിവ് കാണിച്ചത്. അതുകൊണ്ട് അവനിപ്പോൾ തിരികെ ആവശ്യപ്പെടുന്നതും എൻ്റെ ശരീരത്തെയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് ക്വൈറ്റ് റീസണബിൾ എന്ന് പറയാൻ കാര്യം. യേശു അവൻ്റെ ശരീരത്തെ എനിക്ക് വേണ്ടി തകർക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ അവന് യുക്തമായിട്ടും എന്നോട് പറയാം, മോനെ, നിനക്ക് വേണ്ടി എൻ്റെ ശരീരത്തെ ഞാൻ തകർക്കാൻ ഏൽപ്പിച്ചു തന്നില്ലേ? അതുകൊണ്ട് നിന്റെ ശരീരത്തെ എനിക്ക് ചോദിക്കുവാനുള്ള അവകാശമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു സ്റ്റോറിയുടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. സ്റ്റേൺബർഗ് എന്ന് പറയുന്ന ഒരു പ്രസിദ്ധനായ ചിത്രകാരൻ ജർമ്മനിയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വളരെ പ്രസിദ്ധമായ ഒരു ചിത്രമുണ്ട്, ദ ക്രൂസിഫൈഡ് ക്രൈസ്റ്റ്, യേശു കർത്താവിൻ്റെ ക്രൂശിതമായ രൂപം. ഒരു നോമിനൽ ക്രിസ്ത്യനായിരുന്നു അദ്ദേഹം. വേറൊരു
പടം വരയ്ക്കാനായിട്ട് ഒരു ജിപ്സി ഗേളിനെ, ഡാൻസിങ് ജിപ്സി ഗേൾ എന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് ഒരു ഡാൻസിങ് പോസിൽ നിർത്തി ഒരു ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവൾക്കൊന്നും അറിയത്തില്ല, ലോകത്തെക്കുറിച്ചൊന്നും അറിയാവുന്ന കൊച്ചൊന്നുമല്ല. അവൾ നോക്കിയപ്പോൾ ക്രൂശിക്കപ്പെട്ട് കിടക്കുന്ന ഒരു മനുഷ്യന്റെ രൂപം. കുറേ നേരം അതിലേക്ക് നോക്കിയിട്ട് ഇവള് ഈ സ്റ്റേൺബർഗിനോട് ചോദിച്ചു, മിസ്റ്റർ, ഈ മനുഷ്യൻ ലോകത്തിലെ ഏറ്റവും ക്രൂരനായ മനുഷ്യനായിരുന്നോ? സ്റ്റേൺബർഗ് പറഞ്ഞു, നോ മോളെ, അങ്ങനെയൊന്നുമല്ല, അദ്ദേഹം ലോകത്ത് ജീവിച്ചിരുന്ന ഏറ്റവും നല്ല വ്യക്തിയായിരുന്നു. എന്നിട്ട് അവൾ ചോദിച്ചു, എന്നിട്ടും ആളുകൾ എന്തിനാണ് ഇദ്ദേഹത്തെ ഇത്ര ക്രൂരമായി കൊന്നുകളഞ്ഞത്? ഉടനെ സ്റ്റേൺബർഗ് പറഞ്ഞു, മോളെ, അത് അദ്ദേഹം ചെയ്ത തെറ്റുകൾ കൊണ്ടല്ല, എല്ലാവരുടെയും തെറ്റുകൾക്ക്. അതിനുവേണ്ടിയാണ് യേശു ഇങ്ങനെ ക്രൂശിക്കപ്പെട്ടത്. ഈ പെൺകുട്ടി വീണ്ടും ചോദിച്ചു, എല്ലാവരുടെയും പാപങ്ങൾക്ക് വേണ്ടിയാണ് യേശു മരിച്ചതെങ്കിൽ നിങ്ങളുടെ പാപങ്ങൾക്കും വേണ്ടി ആയിരിക്കുമല്ലോ അവൻ മരിച്ചത്. ഒരു സാധാരണ ക്രിസ്ത്യാനിയായിരുന്ന സ്റ്റേൺബർഗ് ഈ വാക്ക് കേട്ടപ്പോൾ തകർന്നുപോയി. അവൻ മുട്ടുകളെ മടക്കിയിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റു പറഞ്ഞു, യെസ് ലോർഡ്, യു ഹാവ് ഡൈഡ് ഫോർ മീ. യേശുവേ, നീ എനിക്ക് വേണ്ടി മരിച്ചു. അവൻ അതിൻ്റെ ടൈറ്റിൽ ക്രൂസിഫൈഡ് ക്രൈസ്റ്റ് എന്നുള്ളത് മാറ്റിയിട്ട് താഴെ ഒരു ടൈറ്റിൽ എഴുതി, ഐ ഹാവ് ഡൈഡ് ഫോർ യു വാട്ട് യു ഹാവ് ഡൺ ഫോർ മീ. ഞാൻ നിനക്ക് വേണ്ടി മരിച്ചു, നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു. ഇത് ജർമ്മനിയിലെ നാഷണൽ മ്യൂസിയത്തിൽ ഇപ്പോഴുമുണ്ട്. ഈ ചിത്രം കണ്ട് ആയിരക്കണക്കിന് ആളുകൾ തീരുമാനമെടുത്തിട്ടുണ്ട്. പലരും മിഷൻ പ്രവർത്തനത്തിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഈവൻ മൊറേവിയൻ മിഷണറി സമൂഹത്തിലെ അതിൻ്റെ തുടക്കക്കാരൻ എന്ന നിലയിൽ കൗണ്ട് സ്വിൻസൻഡോർഫ് ഈ ചിത്രം കണ്ടതിന് ശേഷമാണ് മിഷന് വേണ്ടിയുള്ള തൻ്റെ തീരുമാനം പുതുക്കുന്നത്. ആ ചിത്രത്തിലെ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ ഇന്ന് നമ്മുടെ മീറ്റിംഗ് അവസാനിപ്പിക്കുകയാണ്. യേശു കർത്താവ് അവൻ്റെ തകർക്കപ്പെട്ട ശരീരത്തെ കാണിച്ചുകൊണ്ട് നമ്മളോട് ചോദിക്കുക, ഐ ഹാവ് ഡൈഡ് ഫോർ യു വാട്ട് യു ഹാവ് ഡൺ ഫോർ മീ. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. യുക്തമായ ഒരു ആരാധന. അവൻ്റെ ശരീരം നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടതുകൊണ്ട് നമുക്ക് നമ്മുടെ ശരീരത്തെ അവന് കൊടുക്കാൻ കഴിയണം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ്, ദൈവം നിങ്ങളോട് കാണിച്ച മനസ്സലിവ് ഓർപ്പിച്ചുകൊണ്ട് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. വേറൊന്നും ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. എൻ്റെ ശരീരത്തിൻ്റെ ഓണർഷിപ്പ്, ഹല്ലേലൂയ, അവൻ ഉപയോഗിക്കാൻ വേണ്ടി ഇന്നും കർത്താവ് പറയുക, നീ എൻ്റെ കൈകളെ നോക്ക്, അതിൽ ആണിയടിക്കപ്പെട്ടിരിക്കുന്നു. നീ എൻ്റെ കാലുകളെ നോക്ക്, അതിൽ ആണിയടിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ വിലാപ്പുറം നോക്കുക, അത് തുറക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ തല നോക്കുക, മുൾക്കിരീടം കൊണ്ട് അത് അടിച്ച് തകർക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ പുറത്ത് നോക്കുക, അത് ചാട്ടവാറുകൾ കൊണ്ട് അടിച്ച് കീറപ്പെട്ടിരിക്കുന്നു. നിനക്ക് വേണ്ടി എൻ്റെ ശരീരം തകർക്കപ്പെട്ടു. കുഞ്ഞെ, മോനെ, മോളെ, നിൻ്റെ ശരീരം എനിക്ക് ഉപയോഗിക്കാനായിട്ട് തരുമോ? എൻ്റെ ശരീരം ഞാൻ നിൻ്റെ വിടുതലിന് വേണ്ടി ഉപയോഗിച്ചു, നിൻ്റെ ശരീരം എനിക്ക് ഉപയോഗിക്കാനായിട്ട് തരുമോ? ഇന്നലെ എത്ര പേര് കർത്താവിനോട് പറയും, യെസ് ലോർഡ്, എൻ്റെ ശരീരത്തെ ഞാൻ ജീവനുള്ളൊരു യാഗമായി അർപ്പിക്കുന്നു. കർത്താവേ, എൻ്റെ ഓണർഷിപ്പ് ഞാൻ നിനക്ക് കൈമാറ്റം ചെയ്യുന്നു. അതൊരു വിശുദ്ധ യാഗമാകണം. കർത്താവേ, ഐ ആം ഹോളി അൺടു ദ ലോർഡ്. ഞാൻ നിനക്ക് വിശുദ്ധമാണ്. എൻ്റെ കൈകൾ നിനക്ക് വിശുദ്ധമാണ്. എൻ്റെ കാലുകൾ നിനക്ക് വിശുദ്ധമാണ്. എൻ്റെ കണ്ണുകൾ നിനക്ക് വിശുദ്ധമാണ്. ഇനി അത് അവിടേക്കും ഇവിടേക്കും ഓടത്തില്ല. നിനക്ക് നോക്കേണ്ടിടത്തേക്ക്. എൻ്റെ നാവുകൾ വിശുദ്ധമാണ്, നിനക്ക് പറയാനുള്ള വാക്കുകൾ. എൻ്റെ കാലുകൾ വിശുദ്ധമാണ്, നിനക്ക് പോകേണ്ട സ്ഥലങ്ങൾ. ഓ ഹല്ലേലൂയ. നിങ്ങൾക്ക് ദൈവസന്നിധിയിലേക്ക് കരങ്ങളെ ഉയർത്തി നിങ്ങളുടെ ശരീരത്തിലേക്ക് തന്നെ നോക്കി പറയാൻ കഴിയുമോ, യെസ് ലോർഡ്, ഒരു ലിവിങ് സാക്രിഫൈസ് ആയിട്ട്, ഒരു ഹോളി സാക്രിഫൈസ് ആയിട്ട്, ജീവനുള്ള യാഗമായി, വിശുദ്ധിയുള്ള യാഗമായി ഞാൻ എന്നെ തന്നെ തരുന്നു. എൻ്റെ കൈകൾ യഹോവയ്ക്ക് വിശുദ്ധം. നിങ്ങൾ കൈകളിലേക്ക് നോക്കി നിങ്ങൾ പറ, കർത്താവേ, ഈ കൈകൾ നിനക്ക് വിശുദ്ധം. കർത്താവേ, എൻ്റെ കണ്ണുകൾ യഹോവയ്ക്ക് വിശുദ്ധം. നിങ്ങളുടെ അവയവങ്ങളെ ഓരോന്നിനെയും സ്പർശിച്ച് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ, എൻ്റെ കൈകൾ യഹോവയ്ക്ക് വിശുദ്ധം, എൻ്റെ കാതുകൾ യഹോവയ്ക്ക് വിശുദ്ധം, എൻ്റെ കണ്ണുകൾ യഹോവയ്ക്ക് വിശുദ്ധം, എൻ്റെ നാവ് യഹോവയ്ക്ക് വിശുദ്ധം, എൻ്റെ കാലുകൾ യഹോവയ്ക്ക് വിശുദ്ധം. ഞാൻ എൻ്റെ ഓണർഷിപ്പ് കൈമാറ്റം ചെയ്തിരിക്കുന്നു. എനിക്കിനി മറ്റൊരു ജീവിതം ആവശ്യമില്ല. എൻ്റെ ശരീരം ഞാൻ നിനക്ക് തരുന്നു. നീ എനിക്ക് വേണ്ടി നിന്റെ ശരീരം തകർക്കപ്പെട്ടു. അതുകൊണ്ട് കർത്താവേ, എൻ്റെ ശരീരത്തെ നിനക്ക് തരുന്നത് ഒരു യോഗ്യമായ ആരാധനയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കർത്താവേ, എൻ്റെ ഹൃദയത്തിൽ ലോകത്തോടുള്ള മോഹങ്ങളുടെ പങ്ക് കിടക്കുന്ന ആ ആഗ്രഹങ്ങളുടെ തുണ്ട് ഇന്ന് രാത്രിയിൽ ഞാൻ എറിഞ്ഞു കളയുന്നു, അരിഞ്ഞെറിഞ്ഞു കളയുന്നു. കർത്താവേ, ഹൃദയത്തിൻ്റെ പരിച്ഛേദന അതിനുവേണ്ടി ഞാൻ ഏൽപ്പിച്ചു തരുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ ഹൃദയത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന ഹല്ലേലൂയ ലോകത്തോടുള്ള മോഹത്തിൻ്റെ ആ കഷണം ഞാൻ ഇന്ന് രാത്രിയിൽ കട്ട് ചെയ്ത് കളയുന്നു. കർത്താവേ, എൻ്റെ ഹൃദയത്തോട്, എൻ്റെ ആത്മാവിനോട് നിന്റെ ആത്മാവിനെ ഫ്യൂസ് ചെയ്യേണ്ടതിന് ലോകത്തോടുള്ള എൻ്റെ പൊക്കിൾക്കൊടി ബന്ധത്തെ ഇന്ന് രാത്രിയിൽ ഞാൻ
അരിഞ്ഞു കളയുക. കർത്താവേ, അവിടേക്ക് നിന്റെ ആത്മാവിനെ ഫ്യൂസ് ചെയ്യണമേ, അതിനെ ഇണച്ച് ചേർക്കണമേ. കർത്താവേ, ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് അങ്ങനെ ആഗ്രഹിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ദൈവസന്നിധിയിൽ പറ, കർത്താവേ, എൻ്റെ ആത്മാവും നിന്റെ ആത്മാവും തമ്മിൽ ഫ്യൂസ് ചെയ്യുന്ന ഒരവസ്ഥയ്ക്ക് വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് തടസ്സമായി നിൽക്കുന്ന ലോകത്തോടുള്ള എൻ്റെ പൊക്കിൾക്കൊടി ബന്ധത്തെ കർത്താവേ, ഇന്ന് ഞാൻ കത്തി കൊണ്ട് അരിഞ്ഞെറിഞ്ഞ് കളയുന്നു. ആത്മാവിന്റെ കത്തി കൊണ്ട് അരിഞ്ഞെറിഞ്ഞ് കളയുന്നു. ഒരു പുതിയ ജീവിതം എനിക്ക് വേണം കർത്താവേ. ഇതുവരെ ഈ ലോകത്തിൽ നിന്ന് ഞാൻ കർത്താവെ പോഷണങ്ങളെ സ്വീകരിച്ചു, ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി എന്നെ തന്നെ ഏൽപ്പിച്ചു. എന്നാൽ ഇന്ന് രാത്രിയിൽ കർത്താവെ, ഇനി എൻ്റെ ജീവിതം ആത്മലോകത്തിലാ കർത്താവെ. ആത്മനിയന്ത്രിതമായ ഒരു അവസ്ഥയ്ക്ക് വേണ്ടി ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു. എന്റെ ഓണർഷിപ്പ് തരുന്ന കർത്താവേ, എൻ്റെ ആത്മാവും നിന്റെ ആത്മാവും ഇണച്ചു ചേരുന്ന ഒരു കവനന്റ് റിലേഷൻഷിപ്പിന് വേണ്ടി, ഒരു ഉടമ്പടി ബന്ധത്തിന് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. എല്ലാവരും ഒരു നിമിഷം ദൈവസന്നിധിയിൽ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് അവരെ സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കുക. എവരിബഡി പ്രേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. Jesus, I really want to see that Jesus, you are touching the hearts of me and my people, oh God. The Spirit may touch the hearts of the people, oh God. I pray, Lord, hallelujah, that the Spirit may touch, hallelujah, each and every one of us, oh God. A new relationship, oh God. ഒരു പുതിയ ബന്ധം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. നിനക്കായൻ ജീവനെ മരക്കുരിശിൽ വെടിഞ്ഞൻ മകനേ, നിനക്കായൻ ജീവനെ മരക്കുരിശിൽ വെടിഞ്ഞൻ മകനേ, ദിനവും ഇതിനെ മറന്നു ഭൂവി നീ വസിപ്പതെന്തു കൺമണിയേ, ദിനവും ഇതിനെ മറന്നു ഭൂവി നീ വസിപ്പതെന്തു കൺമണിയേ, നിനക്കായൻ ജീവനെ മരക്കുരിശിൽ വെടിഞ്ഞൻ മകനേ. പരമമോദങ്ങൾ അഖിലവും നിന്നെ കരുതി, വെടിഞ്ഞു ഞാൻ എൻ്റെ പരമമോദങ്ങൾ അഖിലവും നിന്നെ കരുതി, നിന്റെ കഠിന പാപത്തെ ചുമന്നൊഴിപ്പതിനടിമ വേഷം ഞാൻ എടുത്തു, നിന്റെ കഠിന പാപത്തെ ചുമന്നൊഴിപ്പതിനടിമ വേഷം ഞാൻ എടുത്തു, നിനക്കായൻ ജീവനെ മരക്കുരിശിൽ വെടിഞ്ഞൻ മകനേ. വലിച്ചു കാൽകരം പഴുതിണയാക്കി പിടിച്ചിരുമ്പാണി ചെലുത്തി, വലിച്ചു കാൽകരം പഴുതിണയാക്കി പിടിച്ചിരുമ്പാണി ചെലുത്തി, ഒട്ടും മലിവില്ലാതടിച്ചിറക്കിയ രക്തം തെറിക്കും നിന്റെ കൺമണിയേ, അലിവില്ലാതടിച്ചിറക്കിയ രക്തം തെറിക്കും നിന്റെ കൺമണിയേ, നിനക്കായൻ ജീവനെ മരക്കുരിശിൽ വെടിഞ്ഞൻ മകനേ.
എൻ്റെ പരമസ്നേഹത്തെ മറക്കാമോ നിനക്കോർത്താൽ? ഒരിക്കലും എൻ്റെ പരമസ്നേഹത്തെ മറക്കാമോ നിനക്കോർത്താൽ? നിന്മേൽ കരളലിഞ്ഞു ഞാനിവ സകലവും സഹിച്ചൻ ജീവനെ വെടിഞ്ഞു. നിന്മേൽ കരളലിഞ്ഞു ഞാനിവ സകലവും സഹിച്ചൻ ജീവനെ വെടിഞ്ഞു. നിനക്കായൻ ജീവനെ മരക്കുരിശിൽ വെടിഞ്ഞൻ മകനേ.